ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പാൻറ്റീസ് തയ്ച്ചു, തുമ്പൊളിച്ച് മടക്കി തയ്ച്ചു. ഈ പ്രാവശ്യം നിങ്ങളോട് എല്ലാവരോടും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെട്ടിക്കൊണ്ട് വരണമെന്ന്. ഞാൻ ഇപ്പം 3 പാൻറ്റീസ് വെട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് തയ്ക്കാം. ഒരെണ്ണം എടുത്തിട്ട് ഒരെണ്ണത്തിന് നമുക്ക് 1 ഇഞ്ച് ഇത് കണ്ട, ഇത് തയ്ക്കാനായിട്ട് നമ്മൾ 2 ഇഞ്ച് വീതിയിൽ ഈ കാലിൻ്റെ നീളത്തിൽ തുണി വെട്ടിയെടുത്തിട്ടുണ്ട്. കണ്ട, ഇത്രയും നീളത്തിൽ 2 ഇഞ്ച് വീതിയിൽ തുണി വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് പടി വെച്ച് തയ്ക്കാം. പിന്നെ നമ്മൾ ഫ്രില്ല് വെച്ച് തയ്ക്കുന്നുണ്ട്. ഫ്രില്ല് വെച്ച് തയ്ക്കാനായിട്ട് ഇതും 2.5 ഇഞ്ച് വീതിയിൽ, അതായത് 5 ഇഞ്ച് വീതിയിലെടുക്കണം. അതായത് 2 മടക്കായിട്ടാണ് ഇവിടെ നമ്മൾ ഫ്രില്ല് വയ്ക്കാൻ പോണേ. അപ്പം 5 ഇഞ്ച് വീതിയിൽ തുണിയെടുത്ത് ഈ കാലിൻ്റെ ഇതിൻ്റെ ഇരട്ടി തുണി എടുക്കണം. ഫ്രില്ല വയ്ക്കുന്ന ഇരട്ടി തുണിയെടുത്ത് ഇത് ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട് 2.5 ഇഞ്ച്. ഇനി ഇത് നമ്മൾ പൈപ്പിങ് വയ്ക്കാനാണ് പോകുന്നത്. ഇതെടുത്ത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പൈപ്പിങ് വയ്ക്കാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ 2 പാൻറ്റീസും തയ്ക്കാം. ആദ്യം നമുക്ക് പടി വെച്ച് തയ്ക്കണം എങ്ങനെയാണെന്ന് നോക്കാം. എന്നാൽ ഇതിലേക്ക് തയ്ക്കാം. നമുക്ക് ആദ്യം ഈ 2 ഇഞ്ച് വീതിയിലെടുത്തിരിക്കുന്ന ഈ തുണി ഒരുപോലെ മടക്കുക. ഇങ്ങനെ നമ്മൾ ഒരുപോലെ മടക്കിയിട്ട് ഇതിൻ്റെ പാൻറ്റീസിൻ്റെ സൈഡിൽ കാലയിൽ വെച്ച് പിടിപ്പിക്കുക. അത് വേറെ കളറൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും. കൊച്ചു പിള്ളേർക്കൊക്കെ ഇത് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ, അവരിട്ടുകൊണ്ട് നടക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതിങ്ങനെ ആദ്യം കെട്ടിട്ടിട്ട്, അപ്പോൾ ഇവിടെ 3 തുമ്പുണ്ട്. നിങ്ങൾക്ക് 3 തുമ്പോട് കൂടി ഒരുപോലെ ഉണ്ടോ, ഒരുപോലെ തയ്ച്ച് പോരും. കാണി ഇച്ചിരി അകത്തിയിട്ട് അത് അടുപ്പിച്ച് നിങ്ങളിത് എന്നും തയ്ച്ച് പഠിക്കണം കേട്ടോ. ഇത് അല്ലാതെ ഒന്നും രക്ഷയില്ല. തയ്ച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് തയ്ച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. പ്രാക്ടീസ് ചെയ്യണം. ലാസ്റ്റ് വരുമ്പോഴോ ആദ്യം പോകുമ്പോഴോ അത് കെട്ടിട്ട് നിർത്തണം കേട്ടോ. നമ്മൾ ബാക്കി ഉണ്ടായിരുന്നത് മുറിച്ചെടുത്തിട്ട് അതിന് തന്നെ നമ്മളത് ഇങ്ങനെ അതിനൊരു പുറംകാണി കൊടുത്തു. നമ്മൾ ഡബിൾ പടി സിംഗിൾ പടിയും വെച്ചപ്പോൾ പുറംകാണി കൊടുക്കാൻ പഠിച്ചില്ലേ. അതായത് ഇതിലെ ഈ തുമ്പ് ഈ വശത്തേക്ക് വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ വശത്തേക്ക് വെച്ച് ഇവിടെ തയ്ക്കാം. ഇവിടെ ഇങ്ങനെ അതായത് മൊത്തം നേരെ വെച്ചിട്ട് ആ ഷഡ്ഡിയുടെ പീസിലേക്ക് തിരിച്ച് വെച്ചിട്ട് പുറംകാണി കൊടുക്കണം. വേറെ നൂല് വെച്ച് തയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാട്ടോ. പുറംകാണി എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്തോടെ തന്നെ തയ്ച്ച് ശ്രദ്ധിച്ച് തയ്ച്ച് പോകണം നിങ്ങൾ. അപ്പം ഇങ്ങനെ ഈ പടി തയ്ക്കുക എന്ന് പറഞ്ഞാൽ 5-6 തരം പടി തയ്ക്കും. ഇപ്പം ഞാൻ ഒരു തരം കാണിച്ചു തരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും തരം പടി നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പം ഞാൻ ഇന്ന പടി വേണം എന്ന് പറയുകയാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് ഒരു ക്ലാസ്സായിട്ട് ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. ഇതിപ്പോൾ ഒരു പടി അത്യാവശ്യം നമ്മളൊക്കെ ഒത്തിരി സമയം എടുക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നല്ല പുറം വെച്ച് പടി വെച്ചടിക്കുക. നല്ല പുറത്തായിരിക്കണേ. ഇപ്പം ഈ ഇപ്പുറത്തെ പടി വെച്ചപ്പോൾ നമുക്ക് ഇതിൻ്റെ നല്ല പുറം മനസ്സിലായി. അത് തന്നെ ആ സൈഡിൽ തന്നെ ഇതും വെച്ച് തയ്ക്കണം. ടവലിൽ ഞാൻ സൂചി കുത്തി നിർത്തിയില്ലേ, അത് ആ വളവിൻ്റെ അവിടെ വരുമ്പോൾ കുത്തി നിർത്തണം. കുത്തി നിർത്തിയാലേ ഉള്ളൂ അവിടെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ.
പച്ച തുണിയിൽ അപറങ്കാണ് കൊടുക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾ ഇതിട്ടുകൊണ്ട് നടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും. വേറെ കളറൊക്കെ വെച്ച് തയ്ക്കുമ്പോൾ ഇതിനൊക്കെ കുറച്ച് തുണി മതി. നിങ്ങൾക്കത് വീട്ടിൽ ഇരുന്നത് തയ്ച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരെണ്ണൊക്കെ അങ്ങ് തയ്ച്ച് നമ്മുടെ വീട്ടിലുള്ളവരെ അങ്ങോട്ട് കാണിക്കുക. അന്നേരം അവരുള്ള കുഴപ്പമില്ലല്ലോ ഇത് തയ്ച്ചോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മെഷീനൊക്കെ വാങ്ങിച്ച് തരും. നിങ്ങൾക്ക് സാധനം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തരും. നമുക്ക് ഒരു മാസം കൊണ്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാന്നേ. പിന്നെ മറ്റേ ഷഡ്ഡി തയ്ച്ച പോലെ തന്നെ 2 സൈഡും 1/2 ഇഞ്ച് വീതിയിൽ കൂട്ടി തയ്ക്കുക. കാലിൻ്റെ അവിടെ നിന്ന് തയ്ച്ച് വരണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഞാൻ പൊക്കത്തുനിന്ന് തയ്ച്ചെന്ന് ഓർത്ത് നിങ്ങൾ തയ്ക്കരുത്. ഇതുപോലെ കാലിൻ്റെ സൈഡ് അല്ലെങ്കിൽ അവിടെ നമുക്ക് കയറി ഇറങ്ങിയിരിക്കാതിരിക്കാനാണ് നമുക്ക് കാലിൻ്റെ സൈഡിൽ നിന്ന് തയ്ക്കാൻ. എവിടെ നിന്ന് തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല. എല്ലാ ഷർട്ടിയും വെട്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് നെറ്റ് വേണം. അതൊക്കെ കൂടുതലായ നിങ്ങൾ പിന്നെ നോക്കിയിരിക്കില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ മറ്റേ അടിച്ചതുപോലെ തന്നെ തുമ്പൊളിച്ച് മടക്കി തയ്ക്കുക. കണ്ട 1/2 ഇഞ്ച് വീതിയിൽ വേണം. ഇവിടെ ചെറിയ ഉരുണ്ട എലാസ്റ്റിക്കോ ചെറിയ വീതി കുറഞ്ഞ എലാസ്റ്റിക്കോ ഇടാം. ഈ മാസ്കൊക്കെ തയ്ക്കുമ്പോൾ എലാസ്റ്റിക് കിട്ടില്ല, അത്ര ഇടരുത്. അതിൽ ഇച്ചിരിയും കൂടി ബലമുള്ളത് ഇടണം. ഉരുണ്ടത് കിട്ടും, അതാണ് ഏറ്റവും നല്ല ഷഡ്ഡിക്കിടാനായിട്ട്. അതിന് നല്ല ബലമുള്ളു. ഇത് തയ്ച്ച് തീരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് ഒരു 4 ഇഞ്ച് നീളത്തിൽ വിട്ട് തയ്ക്കണം. അതിനകത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി കണ്ട ഇങ്ങനെ വിട്ട് തയ്ച്ചിട്ടൂടെ കെട്ടണം. ഓക്കെ, ഷഡ്ഡി. അപ്പം നമ്മുടെ പടി വെച്ച ഷഡ്ഡി ഓക്കെ. ഇതാണ്. അപ്പം ഇതിൻ്റെ ഈ ഫ്രണ്ട് വശം കണ്ടോ? ഫ്രണ്ട് വശം കുഴിഞ്ഞിരിക്കണം കണ്ടോ? അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വെട്ടിക്കളയണം. ഇത് ഫ്രണ്ട് വശം ഇങ്ങനെ കുഴിഞ്ഞിരിക്കണം കണ്ടോ? ഇത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ ഇനി ഇതിനകത്ത് എലാസ്റ്റിക് ഇടുക. നമുക്ക് അടുത്ത ഷഡ്ഡിയും കൂടെ നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ സമയം പോകും. എലാസ്റ്റിക്കൊക്കെ ഇട്ട് കാണിച്ച് വരുമ്പോഴത്തേക്കും സമയം. നിങ്ങളത് തയ്ച്ചിട്ട് നിങ്ങൾ എലാസ്റ്റിക് ഇടുക. അടുത്ത നമുക്ക് ഫ്രില്ല് വെച്ച് തയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്നാൽ 5 ഇഞ്ചിൽ താഴെ, 5 ഇഞ്ചാണെങ്കിൽ നമുക്ക് ഫ്രില്ലിൻ്റെ നീളം 2.5 കിട്ടും. ഇതിപ്പോൾ ഞാൻ 3 ഇഞ്ച് എടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ച് ഫ്രില്ലിൻ്റെ നീളം കിട്ടും. ആ വിധത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഫ്രില്ല് തയ്ച്ച് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ആദ്യം ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫ്രില്ല് ആദ്യം ഇട്ട് വെക്കണം. അത് ഞാനവിടെ ഇട്ട് കാണിക്കാം. അല്ലെങ്കിൽ ഇടാതെയും ആ ഷഡ്ഡിയിൽ വെച്ച് തന്നെ ഫ്രില്ല് ഇടാം കേട്ടോ. ആദ്യം തയ്ക്കുമ്പോൾ ഇച്ചിരി ഒരു ഇഞ്ചോളം കൂടെ നീട്ടി തയ്ക്കുക. അത് കഴിഞ്ഞോട്ട് ചെറിയ ഫ്രില്ല് ഇതിനകത്ത് കണ്ട ഇങ്ങനത്തെ ഒരു ഫ്രില്ല് തയ്ച്ച് അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് പിന്നെ ഈ പ്രഷർ ഫുഡിൻ്റെ അറ്റത്ത് വരുമ്പോൾ അടുത്ത ഫ്രില്ല് ഇടുക. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ അളന്നിട്ട് 1/2 ഇഞ്ച് 1 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി ചോക്ക് കൊണ്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി പെൻസിൽ കൊണ്ടോ എന്തെങ്കിലും ഇങ്ങനെ 1 ഇഞ്ച് 1/2 ഇഞ്ച് 1/2 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇടണം. ഇപ്പം ഞാനൊക്കെ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രഷർ ഫുഡിൻ്റെ ഈ നീളം ഉണ്ടല്ലോ, ഈ നീളത്തിൻ്റെ അവിടെ വരുമ്പോൾ അടുത്തത് ഇടും കണ്ടോ. അത് കഴിഞ്ഞ് അവിടെ ആ ഫ്രില്ലയിൽ കുത്തി നിർത്തിയ അടുത്ത പ്രഷർ ഫുഡിൻ്റെ ഇവിടെ നിങ്ങളൊക്കെ ഈ തുമ്പത്തൂടെ ഒന്ന് അടിച്ച് വെച്ചോണം കേട്ടോ. ഇതിപ്പോൾ എനിക്കായതുകൊണ്ട് അങ്ങനെ തെറ്റിപ്പോവില്ല കണ്ടോ ഇങ്ങനെ. അപ്പം അതിൻ്റെ അകലമൊക്കെ കറക്റ്റായിട്ട് വരും കണ്ടോ. ഈ അകലമൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് വരും.
ഒത്തിരി ഉള്ളിലേക്ക് കയറ്റരുത്, 1/4 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റാവുള്ളൂ തുണി കേട്ടോ ഫ്രില്ല്, അല്ലെങ്കിൽ നമ്മൾ ഷർട്ട് കൂടിക്കിടക്കും. ഫ്രില്ല് വെക്കണം എങ്ങനെയാണെന്ന് നോക്കി കണ്ടുപിടിക്കണം, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ട, ഞാനിത് ഇത്ര വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതായത് ഈ ഫ്രില്ലിൻ്റെ ഇത് ഇവിടെ വരുമ്പോൾ ഈ സൂചി കുത്തി നിർത്തുക, എന്നിട്ട് ഈ പ്രഷർ ഫുഡിൻ്റെ ഈ അറ്റം വരുമ്പോൾ അവിടെ അങ്ങോട്ട് ഒരു ചെറിയ ചുരുക്കിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരേ അളവിൽ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ വരച്ചോ, ഒരു അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ അങ്ങോട്ട് ഇട്ടിട്ട് പോകാമല്ലോ. നമ്മൾ ഈ സൈഡിൽ കഴിഞ്ഞ ദിവസം പടി വെച്ച് തയ്ച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് വെച്ചടിക്കും. ഇത് കണ്ട, ഇവിടെ ഇത്രയും ഭാഗം ഞെറിയില്ലാത്തത് ഇതിലേക്കൂടെ അടുപ്പ് വരും. അതുകൊണ്ടാണ് ഈ 3 തുമ്പും നമ്മൾ കാണണം. എന്നിട്ട് നമ്മൾ ഈ അടിച്ചേക്കണേൻ്റെ അടുപ്പിൻ്റെ അപ്പുറത്ത് കൂടെ വേണം അടിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഈ അടുപ്പ് പിന്നെ കാണും. എന്താ ഇവിടെ വരുമ്പോൾ ആ വളവിൻ്റെ അവിടെ വരുമ്പോൾ അങ്ങോട്ട് കുത്തി നിർത്തുക, എന്നിട്ട് പ്രഷർ ഫുഡ് പൊക്കി തിരിച്ചെടുക്കുക. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്കിത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇത്ര നന്നായിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ട് നിങ്ങളത് എപ്പോഴും മനസ്സിരുത്തി ഒന്ന് പഠിച്ച് നോക്കുക. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുന്ന സമയമല്ലേ, നിങ്ങൾക്ക് പഠിച്ചുകൂടെ? ഇനി ഇതിങ്ങനെ എടുത്തിട്ട് ഇതിന് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തതുപോലെ പുറം കാണി കൊടുക്കുക. ഇതിലും വീതി കുറച്ച് ഫ്രില്ല് വെക്കാം കേട്ടോ, അത് ഇച്ചിരി കൂടി ഭംഗി, തീരെ ചെറിയ ഫ്രില്ല്. ഇനി പുറം കാണി എവിടെയാണ്? ആ പാൻറ്റീസിൻ്റെ വലിയ പീസയിൽ, ഫ്രില്ലേലല്ല, ഇത് ബാക്കി ഉണ്ടായിരുന്നതാണത്. ഇതങ്ങനെ കട്ട് ചെയ്ത് കളയും. ഈ ചുളിവ് വരാതിരിക്കാൻ വേണ്ടി ഇതിങ്ങനെ ഒന്ന് പയ്യെ വലിച്ച് പിടിച്ചാൽ മതി. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇത് നിങ്ങൾ നേരെ അടിക്കുമ്പോൾ ഒന്നും നിങ്ങൾ ആ ഇതിലേക്കൊന്നും കൂറ്റി കുത്തി നിർത്തുമൊന്നും വേണ്ട, നേരെ ഇങ്ങോട്ട് അടിച്ച് പോരാ കേട്ടോ. കണ്ട, ഇങ്ങനെ തയ്ക്കുന്നത് ഒരു മോഡൽ. ഇത് നിങ്ങൾക്ക് അറിയാതെ, നിങ്ങൾ ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഞാൻ തയ്ച്ച് കാണിച്ചത്. അത് നിങ്ങൾ കുറേ നാൾ കഴിഞ്ഞ് ഇതൊക്കെ പ്രാക്ടീസായി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, ഇത് എളുപ്പപ്പണിയാണ്, എളുപ്പം തയ്ക്കണം. ഇതിൻ്റെ നല്ല പുറത്ത് തന്നെ ഈ പീസ് വയ്ക്കുക. ഈ പീസ് വെച്ചിട്ട് നമുക്ക് ഒപ്പം തയ്ച്ച് വരാം. വേണമെങ്കിൽ ഇതിൻ്റെ തുമ്പ് ഇങ്ങനെ വെറുതെ ഒന്ന് അടിച്ചോ. ഞാൻ അടിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും കൂടി എളുപ്പം കിട്ടും. അത് ആദ്യമേ തന്നെ മറ്റേതിനും ചെയ്തപ്പോൾ അങ്ങനെ അടിക്കുകയാണെങ്കിൽ അത് എളുപ്പം കിട്ടും. കത്രിക കെട്ടിയിരുന്നതിൻ്റെ ഗുണം കണ്ട, നമ്മളെപ്പോൾ വന്നാലും ആ കത്രിക അവിടെ ഉണ്ട്. എന്നാ ഇനി ഇത് അടിക്കുക. അത് ഇച്ചിരി തുമ്പിങ്ങൾ കയറ്റി വെച്ചടിച്ചോ. അങ്ങനെ അടിച്ചു. നമ്മൾ ഈ പ്രഷർ ഫുഡിൻ്റെ ഈ പാൻറ്റീസിൻ്റെ മുകളിൽ വെച്ച് തന്നെ ഫ്രില്ലടിച്ച് പോവുക കേട്ടോ. ഇച്ചിരിയും കൂടി എളുപ്പം കിട്ടും, ഒരടിപ്പ് കുറഞ്ഞും കിട്ടും. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പതുക്കെ പതുക്കെ ചെയ്യണേ കേട്ടോ. അല്ലെങ്കിൽ വിചാരിക്കില്ലേ, നിങ്ങൾ വിചാരിക്കില്ലേ വെറുതെ ഈ കഷ്ടപ്പെട്ട് തയ്ച്ചിട്ട് ഓടിച്ചു വിടുകയെന്ന്. അതല്ല, നിങ്ങളത് മനസ്സിരുത്തി, ഇത്
ഒരു പ്രാവശ്യം നിങ്ങൾ ആദ്യം കാണണം. കണ്ടു കഴിഞ്ഞ് രണ്ടാമത് ഇങ്ങനെയൊക്കെ വെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് തയ്ക്കാനിരിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നും കൂടി ആ വീഡിയോ എടുത്ത് കാണണം. നിങ്ങൾ പില്ലോ കവറൊക്കെ നിങ്ങൾ തയ്ച്ചു എന്ന് ഞാൻ വിശ്വസിക്കുക കേട്ടോ. ഇതെങ്ങനെ കാണാനൊരു മാർഗ്ഗമില്ലല്ലോ ഇത്. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കാണാമായിരുന്നു നിങ്ങൾ തയ്ച്ചതൊക്കെ. ഇതിന് കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് എനിക്ക് ഒത്തിരി കമൻസൊക്കെ വിട്ടായിരുന്നു. നല്ല ഉപകാരമായി, എനിക്ക് പുറത്ത് പോയി പഠിക്കാൻ പറ്റില്ല, ചേച്ചിയുടെ ഈ വീഡിയോ കണ്ട് ഞങ്ങൾ കുറച്ച് ഇപ്പോൾ തയ്ച്ചു തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ എല്ലാവരും എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ വിട്ടോട്ടോ. അപ്പം നമുക്ക് അറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഏത് രീതിയിലാണ് മനസ്സിലാക്കേണ്ടതെന്നും നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്നും ഒക്കെ. ഓക്കെ, അടിച്ചു. ഇനിയാണ് നമ്മൾ ഇതിന് പുറം കാണി കൊടുക്കുക. കണ്ടോ, അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞില്ലേ. ഇത് പുറം കാണി കൊടുക്കുക. തമ്മിൽ ഈ സൈഡ് തമ്മിൽ കൂട്ടിയടിക്കുക. അത് എപ്പോഴും കാലിൻ്റെ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങണം കേട്ടോ. നമ്മൾ ഇച്ചിരി വ്യത്യാസമൊക്കെ പൊക്കത്ത് വരികയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞ് ശരിക്കും തയ്ക്കാനായിട്ട് പറ്റും നമുക്ക്. ഇതുപോലെ കറക്റ്റായിരിക്കണം. ഈ തുമ്പൊളിച്ച് മടക്കി തയ്ക്കും. അര ഇഞ്ച് വീതിയിൽ മടക്കി തയ്ക്കും. ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, അകത്തുനിന്ന് പുറത്തിറങ്ങാതെ ഇത് തയ്ച്ചുകൊണ്ടിരുന്ന് ബോറടി മാറ്റാനും ഈ രോഗത്തെക്കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാനും സാധിക്കും. നിങ്ങളിത് തയ്ച്ച് പഠിക്കുക കേട്ടോ. ആൾക്ക് പുറത്തിറങ്ങാതിരിക്കാമല്ലോ. ഇത് തയ്ക്കുമ്പോൾ നല്ല രസമാണ്. ഇത് ഒരു ചെറിയൊരു വെട്ട് കഷ്ണം ഇങ്ങനെ പല രൂപത്തിലും തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു സന്തോഷവും കുളിർമയൊക്കെ ഉണ്ടാകും. കണ്ടോ, അതാണ് ഫ്രില്ല് വെച്ചത്. ഇനി അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അതായത് ഇത്ര സമയമായില്ലേ, നിങ്ങൾ ഒത്തിരി നേരം ഇരുന്ന് കാണില്ലത്. ഇത് തന്നെ കൂടുതലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.